ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യെറ്റ് അനദർ മൂവി റിവ്യൂ. കാന്താര ചാപ്റ്റർ 1 ബൈ ഋഷഭ് ഷെട്ടി. എൻ്റെ മക്കളെ, സത്യം പറഞ്ഞാൽ പറയാൻ വാക്കുകളില്ല. കാരണം വാക്കുകൾക്ക് അതീതമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് കാന്താര. അതായത് ഞാൻ ഈ സിനിമ കാണുന്നത് ഇന്നലെയാണ്. സിനിമ ഇറങ്ങിക്കഴിഞ്ഞിട്ട് 2 ദിവസം കഴിഞ്ഞു. നിങ്ങൾ ഒട്ടനവധി റിവ്യൂസും കാര്യങ്ങളും എല്ലാം കേട്ടിട്ടുണ്ടാവും. പക്ഷേ എൻ്റെ റിവ്യൂ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്. ആ എക്സ്പീരിയൻസ്, ഇതുപോലെ ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് നിങ്ങൾ എത്ര വലിയ സിനിമ കണ്ടാലും നിങ്ങൾക്ക് ചിലപ്പം കിട്ടില്ല. അതായത് ഗൂസ് ബംസ് ഉണ്ടാക്കുന്നത്, കണ്ണിന്ന് വെള്ളം വരുന്നത്, ഇതെല്ലാം നിങ്ങൾ എത്ര സിനിമ കണ്ടാൽ നിങ്ങൾക്ക് കിട്ടും. നമുക്കറിയാം കാന്താര 1 കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം കാന്താര 1 നോർമൽ ആയിട്ടുള്ള ഒരു കന്നഡ സിനിമയുടെ ഒരു അറ്റ്മോസ്ഫിയറിൽ തുടങ്ങുകയും പക്ഷെ അവസാനത്തെ ഋഷഭ് ഷെട്ടിയുടെ ആ ഒരു പ്രകടനത്തിന് ശേഷം നമ്മളെല്ലാവരും അതിലോട്ടേക്ക് അങ്ങ് ആയിപ്പോവാണ്. ഋഷഭ് ഷെട്ടിയുടെ മേത്തോട്ടേക്ക് ദൈവം കയറുന്ന അല്ലെങ്കിൽ ഗുളികം കയറുന്നതായിട്ട് ഇതായി കഴിയുമ്പോഴുള്ളൊരു ട്രാൻസ്ഫോർമേഷൻ ഇല്ലേ, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത് തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെ ചെയ്യേണ്ട ഒരു സംഭവമാണ്. അതുപോലെ തന്നെയാണ് കാന്താര 2 വന്നിട്ട് ട്രെയിലർ ഒന്നും കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ഇമ്പ്രസ്ഡ് ആയിരുന്നില്ല. ഭയങ്കരമായിട്ട് കുറേ കാര്യങ്ങൾ നടക്കുന്ന ഒരു കൈൻഡ് ഓഫ് ഹിന്ദിയിലൊക്കെ കാണുന്ന ഒരു കൈൻഡ് ഓഫ് ട്രെയിലറായിട്ട് എനിക്ക് തോന്നി. സത്യം പറഞ്ഞാൽ ഇതിൽ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ കുറേ സ്ഥലത്തെല്ലാം എനിക്ക് ആദ്യത്തെ ഈ രാജാവിൻ്റെ മകനായിട്ട് അഭിനയിക്കുകയും അവരുടെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ പ്രകടനവും കാര്യങ്ങളെല്ലാം കണ്ടപ്പോൾ കുറച്ച് കോമാളി കളിയായിട്ട് തന്നെ തോന്നിയത്. പക്ഷേ ഇതിൻ്റെ സീരിയസ്നെസ്സിലോട്ടൊക്കെ വന്നപ്പോൾ, ഇതിൻ്റെ റിയൽ ആബ്സല്യൂട്ട് സോളിലോട്ടൊക്കെ വന്നപ്പോൾ, ഋഷഭ് ഷെട്ടിയുടെ ദൈവം കയറുന്ന ആ ഒരു സംഭവം കാണിച്ചു തുടങ്ങിയപ്പം തൊട്ടിട്ട് എൻ്റെ മക്കളെ എന്താ പറയേണ്ടത്, ആ ഒരു മൂവ്മെൻറ്റിന് വേണ്ടി മാത്രം ഈ സിനിമ കാണാം. ആ ഒരു മൂവ്മെൻറ്റിൽ നിങ്ങളെ പൈസ വെർത്താണ് ഈ സിനിമയ്ക്ക് വേണ്ടി നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്നത്. ബാക്കി എന്തോ ആയിക്കോട്ടെ, അതുപോലൊരു മൂവ്മെന്റ് തരാൻ നിങ്ങൾക്ക് പല സിനിമകൾക്കും സാധിക്കില്ല. ഇത് ഋഷഭ് ഷെട്ടിക്ക് അല്ലാതെ വേറെ ആർക്കും ഈ സിനിമ ചെയ്യാൻ പറ്റുന്ന എനിക്കറിയില്ല. പുള്ളി ഇതിന്റെ ഡയറക്ടറാണ്, സ്റ്റോറി എഴുതിയിട്ടുണ്ട്, പ്രൊഡക്ഷൻ ടീമിലുണ്ട്, ആർട്ടിലുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ കൂടി ഇന്ന് ജയറാം പറയുന്ന കേട്ടിട്ടുണ്ടായിരുന്നു, മാർഷൽ ആർട്സ് പഠിക്കുന്നുണ്ട്, കളരിപ്പായിട്ട് പഠിക്കുന്നുണ്ട്, അതിൻ്റെ കൂടി ജിമ്മ് ഇതാക്കുന്നുണ്ട്. അതുപോലെ തന്നെ പുള്ളി ഇതിന് കൊടുത്തിരിക്കുന്ന ഒരു ഡെഡിക്കേഷൻ എന്ന് പറഞ്ഞാൽ 3 ഇയർ ആയിട്ട് പുള്ളി ഉറങ്ങിയിട്ടുണ്ടാവില്ല എന്നാണ് പറയുന്നത്. കാരണം പുള്ളി കന്താപുരയിലേക്ക് മാറി, ഫാമിലി മാറി, കുട്ടികൾ അവിടുത്തെ ഗവൺമെന്റ് സ്കൂളിൽ എവിടെയൊക്കെ ചേർത്തു, ചെറിയ സ്കൂളിലൊക്കെ, എന്നിട്ട് ഫുൾ ഓൺ ആ ലൊക്കേഷനിലോട്ടൊക്കെ മാറി ഫുൾ ഓൺ ഇത് മാത്രമാണ് പുള്ളി ചിന്തിക്കുന്നത്. അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്തിട്ടില്ല. ഇതിന്റെ 3rd പാർട്ട് വരുന്നുണ്ട്, അതും നമ്മൾ കണ്ടിരിക്കാൻ എന്താ പറയുക, പ്രേരിപ്പിക്കുന്ന അല്ലെങ്കിൽ കാത്തിരിക്കുന്ന ഒരു തരത്തിലാണ് നമ്മുടെ സിനിമ കൊണ്ടുപോയി നിർത്തിയിരിക്കുന്നത്. അതും ജയറാമിന്റെ ഒന്നും കരിയറിൽ ഇതുപോലുള്ള ഒരു പെർഫോമൻസ് ഇല്ല. ജയറാമിന്റെ ഒന്നും നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. അതെങ്ങനെ ജയറാമിലോട്ടേക്ക് എത്തിയെന്നുള്ള കാര്യം തന്നെ അത്ഭുതകരമാണ്. കാരണം ഇന്ത്യയിലുള്ള ഏത് ആർട്ടിസ്റ്റിനെയും ഇവർക്ക് പോയിട്ട് ഹോംബാല ഫിലിംസിന് പോയിട്ട് അപ്രോച്ച് ചെയ്യാം, അതിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ സിനിമയ്ക്ക് വേണ്ടി ക്ഷണിക്കാം. എനിക്ക് തോന്നുന്നു ഏത് ആർട്ടിസ്റ്റും വന്നിട്ട് ഹിന്ദിന്നോ ജയറാമിനെക്കാട്ടും ഓൾ ഇന്ത്യ മാർക്കറ്റിലുള്ള എത്രയോ ആക്ടേഴ്സ് ഉണ്ട്. ജയറാമിന് എനിക്കറിയില്ല ഒരു മാർക്കറ്റും ഇപ്പം ഇല്ല. മലയാളത്തിൽ തന്നെ മാർക്കറ്റ് കുറവാണ്. ഏത് ഇൻഡസ്ട്രിയിലെ ജയറാമിന് വലിയ മാർക്കറ്റുള്ള, ജയറാമിനെ കണ്ടുകൊണ്ട് പ്രേക്ഷകർ കുത്തിക്കയറുന്ന ഏതെങ്കിലും സിനിമ അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയർ ഉണ്ടോ? അപ്പം ഒന്നും തന്നെ ഇല്ല. എന്നിട്ട് ജയറാമിനെ കാസ്റ്റ് ചെയ്യാനും ഇത്രയും വലിയ റോള് കൊടുക്കാനും ഇത്രയും ഭയങ്കര ഒരു പെർഫോമൻസ് ഋഷഭ് ഷെട്ടിയുടെ നേരെ നിന്ന് പെർഫോം ചെയ്യാനുള്ള ഇത് കൊടുക്കാനില്ലേ, അത് അത്ര ഇമ്പോർട്ടൻറ്റ് മൂവ്മെന്റ്സിന് തന്നെ അത് ഭയങ്കര ഒരു ധൈര്യമാണ്, ഒരു വിഷനാണെന്ന് പറയേണ്ടി വരും. അതുപോലെയുള്ള അതിൽ ചില ആൾക്കാർ എൻ്റെ അടുത്ത് ചില ആൾക്കാർ പറഞ്ഞു, നോർത്ത് ഇന്ത്യയിലുള്ള ആൾക്കാരൊക്കെ പറയുന്നത് ചിലത് കുറച്ച് ഓവറാണ്, അങ്ങനെ എങ്ങനെയാണെന്ന്. അതെന്ന് പറഞ്ഞാൽ അവർക്ക് ഈ കൾച്ചറും കാര്യങ്ങളൊന്നും തീരെ മനസ്സിലാവില്ല. കൾച്ചറുകൾക്ക് മനസ്സിലാവുന്നതിൻ്റെ അതീതമാണ് ഈ സിനിമ. അതുകൊണ്ടാണ് ഇത് ഓൾ ഇന്ത്യ പാൻ ഇന്ത്യ വിജയമായിട്ട് പോകുന്നത്. പക്ഷെ ചില ആൾക്കാർക്ക് ചിലപ്പോൾ മനസ്സിലായില്ല എന്ന് വരും. നമ്മുടെ നോർത്തേൺ മലബാറിലുള്ള ആൾക്കാർക്ക്, കണ്ണൂർ, കാസർഗോഡ്, നമ്മുടെ തലശ്ശേരി, വടകര, ഇവിടേക്കുള്ള ആൾക്കാർക്ക് നല്ലതായിട്ട് ഇത് മനസ്സിലാവും. കാരണം പല സംഭവങ്ങളും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇതിന്റെ വേറൊരു രൂപമാണ് അവിടെ, ഇവിടെ വേറൊരു രൂപമാണ്. അപ്പൊ ഇതെല്ലാം കണ്ടു വളർന്ന ആൾക്കാർക്ക് ഇത് കുറച്ചും കൂടി മനസ്സിലാക്കാൻ കഴിയും ഇതിന്റെ ഒരു ഇതെന്താണെന്ന്. അപ്പൊ ആ ദൈവം കയറിക്കഴിഞ്ഞിട്ടുള്ള ആ ഒരു പവറില്ല, അത് അൾട്ടിമേറ്റ് പവറാണ്. അതാണ് എന്താ വെച്ചാ ചെയ്യുന്നത്, അത് അത്രയും ഭയങ്കരമായിട്ടുള്ള ഒരു പെർഫോമൻസ് ആണ്. അതിന്റെ അപ്പുറത്തോട്ടേക്ക് ഒന്നുമില്ല. എനിക്ക് തോന്നുന്നില്ല ഇന്ത്യയിൽ ഒരു ഫിലിമിലും ലാംഗ്വേജിലേക്ക് ഇത് റീമേക്ക് ചെയ്യാൻ പറ്റില്ല. ഇന്ത്യയിലുള്ള ഒരു ആക്ടറിനും, ഇവിടുത്തെ ലെജൻഡറി ആക്ടേഴ്സ് പോയിട്ട് ആർക്കും ഇത് ചെയ്യാനും പറ്റില്ല. നോ വൺ ക്യാൻ ഡു ദാറ്റ്. എസ്പെഷ്യലി ക്ലൈമാക്സിലുള്ള സംഭവങ്ങളുണ്ട്, ഒന്നും ഓവറല്ല. കാരണം എല്ലാം കൺവിൻസിങ് ആണ്. കാരണം അത്രത്തോളം പവർ ഋഷഭ് ഷെട്ടി അതിൽ കൊണ്ടുവരുന്നുണ്ട്. അങ്ങനത്തെ ഒരു ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിപ്പോയി. ശരിക്കും നല്ല തിയേറ്ററിൽ നിങ്ങൾ പോയിരുന്നു കാണണം. ഞാൻ നിർഭാഗ്യവശാൽ കണ്ടിരുന്നത് ഒരു തൊട്ടി തിയേറ്ററിൽ നിന്നാണ്.
തൊട്ടി തിയേറ്റർ എന്ന് പറഞ്ഞാൽ ശരിയായ തൊട്ടി തിയേറ്റർ. അത് ചില ട്രാവലിങ് അധികം ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം ആയതുകൊണ്ട് ഇന്ന് ആ സിനിമാ തിയേറ്ററിൽ കാണേണ്ടി വന്നതാണ്. ഡ്രീം സിനിമ കല്ലാച്ചി എന്നാണ് അതിൻ്റെ പേര്. എൻ്റെ മക്കളെ അതിൽ നിന്ന് സിനിമ കണ്ടിട്ടുള്ള ആൾക്കാരാണെങ്കിൽ സമ്മതിക്കണം. എൻ്റെ ചെവിയൊക്കെ അടിച്ചു പോയിന്നേ ഉള്ളൂ. അതിൻ്റെ നോയ്സിൽ നിന്നും സൗണ്ടൊക്കെ മിക്സ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അത്രയും വേസ്റ്റ് ആയിട്ടാണ് ഇതിൽ പ്ലേ ആവുന്നത്. അത്രയും വലിയ ടോർച്ചറിങ് ആയിരുന്നു അവിടുത്തെ സൗണ്ട് എന്ന് പറയുന്നത്. പിന്നെ സെക്കൻഡ് ഹാഫ് ആകുമ്പോഴത്തേക്കും കുറച്ചും കൂടി യൂസ്ഡായി, വേറെ രക്ഷയില്ല. അതുകൊണ്ട് അപ്പോൾ ഈ സിനിമ കണ്ടിട്ടുള്ള ആൾക്കാർ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ഡൗൺ ചെയ്യൂ. വിൽ കം വിത്ത് അനദർ വീഡിയോ നെക്സ്റ്റ് ടൈം. അണ്ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ ഗൈസ്.